ഇന്നത്തെ എപ്പിസോഡിൽ അതിനെ കാണിക്കുന്ന കൃപ കൃഷ്ണകാന്തന് വേണ്ടി ദേവ്ജിയുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ്. അതിനുശേഷം കൃഷും കൃപയും ബെഡ്റൂമിൽ മാറിയിരുന്ന് സംസാരിക്കുകയാണ്. തുറന്ന് കൃഷ്ണനോട് സങ്കടം പറയുകയാണ്. കൃപ, ഏട്ടൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്, താമസിക്കുന്നത്? വാ ഏട്ടാ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുകയാണ്. തുറന്ന് കൃഷി പിന്നെ കൃപയോട് പറയുന്നത്, ഞാൻ ഇവിടെ വിഷമത്തോടു കൂടിയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുകയാണ്. അതിനുശേഷം കൃപയോട് കൃഷി മറ്റൊരു കാര്യം ചോദിക്കുകയാണ്. ഞാനൊരു സത്യം ചോദിക്കട്ടെ കൃപ, ഞാനിപ്പോൾ നിന്റെ അച്ഛൻ്റെയോ അമ്മയുടെയും യഥാർത്ഥ മകനല്ല, നിന്റെ വീട്ടിൽ ആരുമല്ല. നിനക്കിപ്പോൾ എന്നോട് വല്ല അകൽച്ചയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് ദേഷ്യം വന്ന കൃപ കൃഷിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ്. ഇമാതിരി അനാവശ്യ കൊനഷ്ടപ്പിടിച്ച ചോദ്യങ്ങൾ എന്നോട് ഈ ചോദിച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷിന്റെ മൂക്കിടിച്ച് പഞ്ചറാക്കാൻ നിൽക്കുകയാണ് കൃപ. എന്നാൽ അത് കണ്ട് കൃഷ്ണന് സന്തോഷമാവുകയാണ്. തുടർന്ന് കൃപ കൃഷ്ണനോട് സങ്കടപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് ജന്മത്തെക്കുറിച്ച് ഒന്നും അറിയണ്ട. ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ ഏട്ടനായിട്ട് എനിക്കൊപ്പം ഉണ്ടായിരുന്നു. ഏട്ടനാണ് എന്നെ വളർത്തി വലുതാക്കിയത്. ഞാൻ ഏട്ടൻ്റെ കൈ പിടിച്ചാണ് വളർന്നത്. എനിക്കത് മാത്രം മതി, അതല്ലാതെ മറ്റൊന്നും എനിക്കറിയണ്ട, മറ്റൊന്നും ഞാൻ നോക്കില്ല എന്ന് പറയുകയാണ് കൃപ. എന്നാൽ ആ വാക്ക് കേട്ട് കൃഷ്ണ സന്തോഷമാവുകയാണ്. തുറന്ന് കൃപയും കൃഷ്ണൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് തങ്ങളുടെ സന്തോഷം പങ്കിടുകയാണ്. എന്നാൽ ഈ സമയത്ത് വീടിന്റെ പുറത്ത് ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് സാഗർ. തുറന്ന് സാഗർ നല്ല ടെൻഷനോട് കൂടി ദേവ്ജിയോട് അകത്ത് എന്തായി കാണുമോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ദേവ്ജി സാഗറിനെ ആശ്വസിപ്പിക്കുകയാണ്. സാഗർ അതോർത്തൊന്നും വിഷമിക്കേണ്ട, അകത്ത് പോയിരിക്കുന്നത് കൃപയാണ്. കൃപയ്ക്കറിയാം കൃഷ്ണനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. ഇതും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കമ്പനിയുടെ കാര്യമാണ് സംസാരിക്കുന്നത്. ഇസ്രായേലിലേക്ക് വലിയൊരു ഓർഡർ സാഗറിന്റെ അലിഗയ്ക്ക് കിട്ടിയതാണ്. പക്ഷെ യുദ്ധം കാരണം അതെല്ലാം അവതാളത്തിലായിരിക്കുകയാണ്. അതിനെക്കുറിച്ച് രണ്ടുപേരും സംസാരിക്കുകയാണ്. തുറന്ന് കാണിക്കുന്ന കൺമണിയാണ്. കൺമണി രാത്രി കൺമണിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൺമണിയുടെ അമ്മായിമാര് കൺമണിയെ തടഞ്ഞു നിർത്തിയിട്ട് കൃഷ്ണകാരി ചോദിക്കുകയാണ്, കൃഷി വീട്ടിലേക്ക് തിരികെ പോയോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിയുടെ അച്ഛന് നല്ല ദേഷ്യം വരികയാണ്. ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് അറിയുന്നതെന്ന് തിരിച്ചു ചോദിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സുലോചന അമ്മായി വരികയാണ്. തുടർന്ന് സുലോചന അമ്മായി കൺമണിയോട് പറയുന്നത്, കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ തല കറങ്ങി ബോധം കെട്ടു വീണു എന്ന് പറയുകയാണ്. ഇത് അവരുടെ കുടുംബത്തെ ബാധിക്കുന്ന വിഷയമല്ല. കൺമണിയെ കൃഷ്ണനുമായിട്ട് കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിപ്പോൾ നമ്മുടെ കുടുംബകാര്യമാണെന്ന്. എന്നാൽ അത് കേട്ട് ശാന്തമ്മ സുലോചനയോട് ദേഷ്യപ്പെടുകയാണ്. നിനക്കതിന് ബോധം ഉണ്ടായിട്ട് വേണ്ടേ ബോധം കേടാൻ? ഇതും പറഞ്ഞുകൊണ്ട് അമ്മായിമാരെ വീണ്ടും പരസ്പരം അടികൂടുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ട് കൺമണിക്ക് നല്ല ദേഷ്യം വരികയാണ്. തുടർന്ന് കൺമണി നല്ല ദേഷ്യത്തിൽ അമ്മായിമാരുടെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി നല്ല ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവുകയാണ്. തുറന്ന് കൃപയും കൃഷും പുറത്തേക്ക് വരികയാണ്. തുറന്ന് കൃപയോട് സാഗർ, വാ കൃപയെ നമുക്ക് വീട്ടിൽ പോകാം, ഇപ്പോൾ തന്നെ നേരം വൈകി രാത്രിയായി, ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ അമ്മ വിളിക്കുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃപ അമ്മയോട് പറയാൻ ആവശ്യപ്പെടുകയാണ് സാഗറിനോട്. ഒരു തമാശയ്ക്കാണ് പറയുന്നത്. എന്നാൽ അത് കേട്ട് കൃഷി എടി അടി 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 എന്നും പറഞ്ഞ് കൃപയോട് അങ്ങനെയൊന്നും പറയരുത്. തുറന്ന് സാഗർ കൃഷിയോട്, നിനക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്, വിഷമം മാറിയോ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൃഷി, എൻ്റെ എല്ലാ വിഷമവും മാറി അച്ഛ, നിങ്ങൾ എന്നെ ഓർത്ത് വിഷമിക്കേണ്ട, പേടിക്കേണ്ട. തുറന്ന് സാഗർ കൃഷിയോട്, നീ ഒന്നോർത്ത് പേടിക്കേണ്ട, ദേവ്ജി നിനക്കൊപ്പമുണ്ട് എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃപ കൃഷ്ണയെ ഒന്ന് കളിയാക്കുകയാണ്. അതിന് ചേട്ടന് നമ്മളെയൊന്നും വേണ്ട അച്ഛ, നമ്മൾ പോയി കഴിഞ്ഞാൽ ചേട്ടൻ ഫോൺ എടുത്തിട്ട് കൺമണിയെ വിളിക്കും, കൺമണിയോട് നല്ല വിഷമത്തോടു കൂടി അഭിനയിച്ച് സംസാരിക്കും. എന്നാൽ അത് കേട്ട് കൺമണി റോക്കറ്റ് പിടിച്ച് ഇങ്ങോട്ട് ഓടി വരും ചേട്ടനെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി. എന്നാൽ അത് കേട്ട് സാഗറും ദേവ്ജിയൊക്കെ ചിരിക്കുകയാണ്. തുറന്ന് കൃപ, ഞാനിപ്പോൾ പോവുകയാണ്, നാളെ രാവിലെ അതിരാവിലെ ആകുമ്പോൾ തന്നെ ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണനോട് ടാറ്റ പറഞ്ഞ് കൃപ അച്ഛൻ്റെ കൂടെ പോവുകയാണ്. തുറന്ന് സാഗറും കൃപയും ആടുന്ന പോയ ശേഷം ദേവ്ജി കൃഷ്ണനോട്, ഇപ്പോൾ നിനക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൃഷ്, എനിക്കിപ്പോൾ നല്ല ആശ്വാസമുണ്ട്, എൻ്റെ സകല വിഷമങ്ങളും മാറി ദേവ്ജി ഇനി എന്നെ ഓർത്ത് പേടിക്കേണ്ട എന്ന് പറയുകയാണ്. ആട്ടെ, ദേവ്ജിയുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുകയാണ്. തുറന്ന് ദേവ്ജി, ഞാൻ ബുക്ക് വായിക്കാൻ പോവുകയാണ്, ബുക്ക് വായിച്ചുകൊണ്ട് കിടന്നുറങ്ങണം. ഇത് പറഞ്ഞുകൊണ്ട് ദേവ്ജി കൃഷ്ണനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. അതിനുശേഷം കൃപയും സാഗറും വീട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ സാഗറിനും കൃപയും കണ്ട് എന്തായി, കൃഷ്ണ കണ്ടിട്ട് എന്തായി എന്ന് ചോദിക്കുകയാണ്. തുറന്ന് സാഗർ കൃപയും അവിടുത്തെ വിശേഷങ്ങളെല്ലാം പറയുകയാണ്. തുറന്ന് സാഗർ കൃപയും സുജാതയുടെ കാര്യം ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട ആന്റിയമ്മ, നിങ്ങൾ പോയതിന് ശേഷം സുജാത ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല, ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, ബലരാമനെ കുറിച്ച് അറിയാതെ ഭക്ഷണം പോലും കഴിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ പിണങ്ങി മാറിക്കിടക്കുകയാണ്. എന്നാൽ അത് കേട്ട് സാഗറും കൃപയും ആന്റിയമ്മയ്ക്കൊപ്പം സുജാതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് സുജാത പിണങ്ങിയ കട്ടിലിൽ കിടക്കുകയാണ്. ആ കിടപ്പ് കണ്ട് സാഗർ കൃപയും അമ്മയെ വിളിക്കുകയാണ്. തുറന്ന കൃപ അമ്മയോട്, അമ്മ ഇത് എന്ത് കിടപ്പാണ് കിടക്കുന്നത്, അമ്മയ്ക്ക് വയ്യവാ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ, ഞാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സുജാത നല്ല ഗൗരവത്തിൽ സാഗറിനോട്, എന്തായി ബലരാമന്റെ കാര്യം എന്തായി എന്ന് ചോദിക്കുകയാണ്. തുറന്ന സാഗർ വീണ്ടും സുജാതയോട്, ബലരാമനെ ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ ബലരാമനെ ഫോണിൽ കിട്ടുന്നില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുജാതയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. തുറന്ന കൃപ വീണ്ടും സുജാതയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. ഞാൻ ഡോക്ടറെ വിളിക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് നല്ല ദേഷ്യത്തിൽ സുജാതി, നിങ്ങൾ വിഷമിച്ചു കിടക്കുന്ന വേറെ പലരെയും ആശ്വസിപ്പിക്കാൻ പോയല്ലോ,
അതിന്റെ ഇടയ്ക്ക് എന്റെ മോനെ കണ്ടെത്താൻ നിങ്ങൾക്ക് സമയം കിട്ടിക്കാണില്ല. കൃഷ്ണനെ കുത്തിക്കൊണ്ടാണ് സുജാത അത് പറയുന്നത്. എന്നാൽ അത് കേട്ട് സാഗറിന് അത് കൊള്ളുകയാണ്. തുടർന്ന് സാഗർ പിന്നെ സുജാതയോട് നീ കൃഷ്ണനെ കുറിച്ചാണോ പറയുന്നത് ചോദിക്കുകയാണ്. ഞങ്ങൾ കൃഷ്ണ കാണാൻ പോയത് ഇത്ര വലിയ തെറ്റാണോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സുജാത അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലാകുന്നുണ്ട്. നിങ്ങളെല്ലാവരും ചേർന്ന് ഇപ്പോൾ എൻ്റെ മകനെ ഒഴിവാക്കുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ നല്ല ദേഷ്യം വരികയാണ്. ഞാൻ പറഞ്ഞിട്ട് നിനക്ക് എന്താണ് മനസ്സിലാകാത്തത്? ബലരാമൻ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. അവൻ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന സുജാത പിന്നെ സാഗറിനോട് കൃപയോടും നിങ്ങളൊന്ന് ദയവ് ചെയ്ത് പോയി തരാമോ, എനിക്ക് കുറച്ച് നേരം ശാന്തമായിട്ടൊന്ന് കിടക്കണം. എന്നാൽ അത് കേട്ട് കൃപ ഒന്ന് കളിയാക്കിക്കൊണ്ട് അമ്മയോട് അത് ശരി, അച്ഛനില്ലാതെ അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അച്ഛന്റെ കയ്യിൽ കിടന്നല്ലേ അമ്മ ഉറങ്ങാറ്. എന്നാൽ അത് കേട്ട് വീണ്ടും സുജാതയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. ചിലരുടെ അഭിനയമെല്ലാം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. ഇത്രയും നാള് സാഗർ തനിക്ക് മുമ്പിൽ അഭിനയിക്കുകയായിരുന്നു എന്ന് തുറന്നടിച്ച് പറയുകയാണ് സുജാത. എന്നാൽ അത് കേട്ട് സാഗറിന് നല്ല വിഷമമാവുകയാണ്. തുറന്ന് സാഗറും കൃപയും ആന്റിയമ്മയും അവിടുന്ന് പോവുകയാണ്. ശേഷം കാണിക്കുന്ന കൺമണിയാണ്. കൃഷി കൺമണിയെ വിളിച്ചിരിക്കുകയാണ്. എന്നാൽ ആ കോള് കാണുമ്പോൾ തന്നെ കൺമണിക്ക് കാര്യം മനസ്സിലാവുകയാണ്. തുറന്ന് കൃഷിയോട് പിന്നെ കൺമണി കൃപയും സാഗരങ്ങളും പോയല്ലേ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് നല്ല സന്തോഷത്തോടു കൂടിയാണ് കൃഷി അതിനെല്ലാം മറുപടി കൊടുക്കുന്നത്. അതെ, അവരെല്ലാം പോയി. എന്നാൽ ആ മറുപടി കേൾക്കുമ്പോൾ കൺമണി പിന്നെ കൃഷ്ണയോട് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് സാറിന് ഇപ്പോൾ നല്ല ആശ്വാസമുണ്ടെന്ന്, സാറിന്റെ സങ്കടമെല്ലാം ഏറെക്കുറെ പോയി കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി അത് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൺമണി സാറിന്റെ മനസ്സിൽ സങ്കടമുണ്ടായിരുന്നെങ്കിൽ സാർ ഇങ്ങനെ സന്തോഷത്തോടു കൂടി എന്നോട് ഫോണിൽ സംസാരിക്കില്ലായിരുന്നോ? തുറന്ന് കൃപ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃഷി കൺമണിയോട് പറയുകയാണ്. തുറന്ന് കൺമണി വീണ്ടും കൃഷ്ണനെ ആശ്വസിപ്പിക്കുകയാണ്. സാറിങ്ങി അതോർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് തുറന്ന് കൃഷി തന്റെ മനസ്സിലുള്ള ഒരു വിഷമം കൺമണിയോട് പറയുകയാണ്. അച്ഛനും കൃപയും വന്നു, പക്ഷെ ആ കൂട്ടത്തിൽ എൻ്റെ അമ്മ വന്നില്ല, എനിക്ക് അതിൽ ചെറിയൊരു വിഷമമുണ്ട്. എന്നാൽ അത് കേട്ട് കൺമണി വീണ്ടും കൃഷ്ണനോട് സാർ അതോർത്തൊന്നും വിഷമിക്കേണ്ട, അധികം വൈകാതെ തന്നെ അമ്മയും വരുമെന്ന് പറയുകയാണ്. അമ്മ ഇപ്പോൾ ചെറിയൊരു വിഷമത്തിലാണ്. ബലരാമേട്ടൻ എങ്ങോട്ടാണ് പോയതെന്ന് അറിയാതെ അമ്മ അതിന്റെ ചെറിയൊരു വിഷമത്തിലാണ്. അധികം വൈകാതെ അമ്മ ഈ മകനെ കാണാനും ഓടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് കൺമണി ആ ഫോൺ വെക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.